കാണാണ്ടില്ലൊന്നല്ല, നടന്നിട്ടാ തിരുനെല്ലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. തിരുനെല്ലിക്ക് അവസ്ഥ വന്നാൽ എനിക്ക് ഓർമ്മയുണ്ട്. അതിന് മുമ്പ് ഞങ്ങൾ നടന്നിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. കാണാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന വണ്ടി കാണാൻ വണ്ടിയാണ്. അപ്പോൾ ഇന്ന് മോട്ടോർ കാറാണ്. അപ്പോൾ അന്ന് മറ്റവല്ല എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അവർക്ക് വിവരമില്ലായിട്ടല്ല, അവരന്ന് കിട്ടാവുന്ന സാങ്കേതിക വിദ്യയിൽ ഭംഗിയായിട്ട് അവർ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇന്നത്തെ നിലപാടിൽ നമുക്കത് വേണോ? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങളൊന്നും മുട്ടാത്ത ഏതമ്പലത്തിലും അങ്ങനെ ഉണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കൂടി കല്ലോട് ഒരു ഗുളികന്റെ പ്രതിഷ്ഠ നടത്തി കൊടുത്തിട്ടുണ്ട്. ശില കൊണ്ടുവന്നിട്ട് അവർക്ക് അറിയില്ല. അതെ, മേലെ ഏത് തറ മാത്രമായിട്ട് കാണല് എവിടെ ഇല്ല. ഇവിടെ ഭൂരിഭാഗവും കണ്ടില്ല. 90% ഇല്ല. എല്ലാ നിങ്ങൾ പോകുമ്പോ പുറത്ത് തുറന്നു നടക്കുന്ന സ്ഥലത്തുണ്ടാവും ചെറിയൊരു ഇത്. പക്ഷെ ആ ചൈതന്യം, തറ എന്ന് പറയുന്നത് ഒരു അമ്പലം, ക്ഷേത്രം. തറയിലെ ഒരു പ്രതിഷ്ഠ ഉണ്ട്. ആ പ്രതിഷ്ഠയാണിത്. ഇവിടെ അമ്പലം മാത്രം ഉണ്ടാവില്ല, ഇവിടെ ഒരു പ്രതിഷ്ഠ വേണ്ടേ? ഉള്ളില് പ്രതിഷ്ഠയെ കണ്ടിട്ടല്ലേ തൊഴുന്ന ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതേപോലെയാണ് ആ തറ ഓപ്പൺ ആയി കിടക്കുന്നത്. നാലമ്പലം മേൽപ്പുരം ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ തൊഴുന്നത് ആ ഒരു ഉപാധിയുണ്ട്. ഈ ഉപാധി ഇവിടെ ഇല്ല. അതിന്റെ മുകളിലേക്കാണ് നമ്മൾ അഭിഷേകം ചെയ്യുന്നതും പൂജ ചെയ്യുന്നതും പിന്നെ തൊഴുന്നതും വിളക്ക് വെക്കുന്നതും ഒക്കെ. തറ എന്ന് പറയുന്നത് ആ വെക്കാനുള്ള സംഗതി മാത്രം. നിവേദ്യം അതിന്റെ മുകളിൽ വെക്കും. അല്ലെ ആവാഹിച്ചിട്ടാണ് ഈ ഇതിനെ കൊണ്ട് വെക്കുന്നത്. ഇത് മൊത്തം തേച്ച് വെക്കുന്നുണ്ട് ദേവൻ. പക്ഷെ അതിനകത്തേക്ക് എന്തുണ്ട്, നമ്മൾ പ്രത്യേക ഒരു ദേവനെ ആവാഹിച്ചിട്ട് ആണ് ആ പ്രതിഷ്ഠ ചെയ്യുന്നത്. പ്രതിഷ്ഠ ഇവിടെ കാണുന്നില്ല. പിന്നെ അതിനകത്തുള്ള നമ്മൾ രാശി കാണുന്ന സമയത്തും ഇതാണല്ലോ പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെയാണ് ഉപവേശ്മങ്ങൾ